ഹലോ, ഇന്നൊരു ഹെൽത്തി സ്നാക്കാണ് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടും നല്ല വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? ഇതിൻ്റെ ചേരുവകൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമ്മുടെ 1 കപ്പ് പരിപ്പുണ്ടല്ലോ, ഈ മൂംഗ് ദാൽ എന്ന് പറയില്ലേ, ഹിന്ദിക്കാരുടെയൊക്കെ ഒരു പരിപ്പില്ല, അവർ യൂസ് ചെയ്യുന്ന ഈ പരിപ്പാണ് കേട്ടോ. അപ്പോൾ ആ പരിപ്പ് 2 കപ്പ് ഇടുക. നമ്മുടെ സാധാ പരിപ്പോടെയൊക്കെ ഉണ്ടാക്കുന്ന വലിയ പരിപ്പില്ലേ, അതല്ലാതെ മറ്റേ ചെറിയ പരിപ്പില്ലേ, അതാണ്. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് മുരിങ്ങയിലയാണ് കേട്ടോ. മുരിങ്ങയിലയോ അല്ലെങ്കിൽ ചീരയോ എന്തെങ്കിലും ഒരു ലീഫി വെജിറ്റബിളോട് ആഡ് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്കൊക്കെ ഇലക്കറികൾ അവർ കൂടുതലും കഴിക്കില്ലല്ലോ. അപ്പം അത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രിക്കും കൂടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് അരച്ച് ഒരുപാട് പേസ്റ്റ് പോലെ അറിയാതെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ഇലയും പരിപ്പും കൂടെ ചേർത്തൊന്ന് അരച്ച് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് സവോള, ഒരു അരമുറി സവോള ഇടുന്നുള്ളൂ, 4-5 വെളുത്തുള്ളി, പിന്നെ വേണ്ടത് ഇഞ്ചി ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്ത്, പിന്നെ പച്ചമുളക് വേണം എരിവിന്, അതും പിന്നെ അരിപ്പൊടി ഉണ്ടല്ലോ, അരിപ്പൊടി അതിനാവശ്യത്തിന് ഒരുപാട് കൂടി പോകാതെ അളവനുസരിച്ച് നോക്കിയിട്ട് അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യേണ്ടത് മുളക് പൊടിയാണ്. കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യുക, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് നമ്മുടെ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ വേണ്ട കുറേശ്ശെ ഉപ്പ്, 2 നുള്ള കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തേച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഒരു സ്പൂൺ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. സ്പൂൺ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ ആ മസാല എല്ലാം നന്നായിട്ട് പിടിക്കുക. അധികം മസാലയൊന്നും ചേർത്തില്ല, മുളക് പൊടി മഞ്ഞൾപ്പൊടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിന് നല്ല രീതിയിൽ ഉരുട്ടിയോ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പായിട്ടോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പൊരിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു ബോൾ പോലത്തെ കുഞ്ഞ് ബോൾ പോലത്തെ ഷേപ്പിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ശരിക്കും കാണാൻ നല്ല ഭംഗിയാണ്. ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറേ നമുക്ക് കിട്ടും കേട്ടോ. ചെറുതായി ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറേ സ്നാക്സായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും സ്നാക്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 2 കപ്പ് പരിപ്പേ നമ്മൾ ചേർത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഒരുപാട് സ്നാക്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്, ഹെൽത്തി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ് കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ അവധിക്കാലത്ത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ അതാണ് നമ്മൾ നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് ഓരോ ബോൾസായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഒരുപാട് മൊരിഞ്ഞ് പോവാതെ നല്ല ക്രിസ്പി ആയിട്ട്, അതായത് വെളിയിൽ നല്ല ക്രിസ്പി, അകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹെൽത്തി സ്നാക്കാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി ചേർത്തേക്കുന്നത് നല്ല രീതിയിലൊന്ന് ആ സ്നാക്ക് ഒന്ന് മൊരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുപാടിട്ട് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്കും ഒരുപാട് ക്രിസ്പി ആയി പോകും. അതുകൊണ്ട് ഒരുപാട് മൂപ്പിക്കേണ്ട, ഒരു ബ്രൗൺ കളർ വരുന്ന ആ പരുവത്തിൽ, ഈ ഒരു പരുവത്തിലേക്ക് നമ്മളൊന്ന് എടുത്ത് മാറ്റുക. ഒരുപാട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ഹെൽത്തി സ്നാക്കാണിത്. അപ്പോൾ പരിപ്പ് വട പോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്നാക്കാണ്. ഞാൻ ഈ പരിപ്പ് വെച്ച് ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. മറ്റേ പരിപ്പ് അതും നല്ല ടേസ്റ്റാണ്, പക്ഷേ ഇതിനൊരു വേറൊരു ടേസ്റ്റ്. ഇത് നമ്മളധികം യൂസ് ചെയ്യാറില്ല, ഇത് നോർത്ത് ഇന്ത്യൻസാണ് ഈ പരിപ്പ് കൂടുതലും യൂസ് ചെയ്യാറ്. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കണേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ആരും മറക്കല്ല കേട്ടോ. അപ്പം എല്ലാ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി സ്നാക്സിൻ്റെ വീഡിയോസാണ് എൻ്റെ ചാനലിലെല്ലാം. അപ്പോൾ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെൽത്തി ബോൾസ് റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാണ്. കുട്ടികൾക്കൊക്കെ ഏറെ ഇഷ്ടപ്പെടും. നല്ല ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സ് ആയിരിക്കും അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ക്രിസ്പിയാണ്, എന്നാൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് വീട്ടിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ അവധിയൊക്കെ തീരുന്നതിന് മുന്നേ തന്നെ ഇതുപോലുള്ള വെറൈറ്റി സ്നാക്സൊക്കെ എല്ലാവരും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ച് മാത്രമാണ്, അധികം അൺഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ ഇലക്കറി ആഡ് ചെയ്തതെന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾ ഇല കൂടുതൽ കഴിക്കാറില്ല. അപ്പം അതിന് വേണ്ടിയിട്ട് ഇലയും കൂടെ കൂടുതൽ ചെല്ലാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മുരിങ്ങയിലയാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ അതുകൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള എന്തെങ്കിലും ലീഫി വെജിറ്റബിൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ